Hi, welcome to Cook with Rumana. In the video, update kannavare screen കാണുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റ് ഉള്ള ബെൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ലെച്ചസ് മിൽക്ക് കേക്കാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് ഞാൻ പിസ്ത ഫ്ലേവർ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് പിസ്ത ഇല്ല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി സോസോ ചോക്ലേറ്റ് പൗഡറോ അല്ലെങ്കിൽ വേറെ എന്തായാലും ഫ്ലേവർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഞാൻ കേക്ക് എക്സ്പേർട്ട് ഒന്നുമില്ല, ബിഗിനേഴ്സിനും ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ പോയി നോക്കാം. ഞാൻ വിപ്പിംഗ് പൗഡർ വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. ആ ശേഷം എങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബ്ലേഡും ബൗളും ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചാൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത പാലും കുറച്ചൊരു ഷുഗറും വാനില എസൻസും ഇട്ടിട്ടാണ് വിപ്പ് ചെയ്തെടുത്തത്. ഇത് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം വിപ്പായി നല്ല ഫ്ലഫിയായി വന്ന്. അതിന് ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ ഫോളോ ചെയ്താൽ മതി, ഫ്ലഫിയോ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ബാറ്റർ റെഡിയാക്കുകയാണ്. ഞാൻ എഗ്ഗൊന്നും ഇടണില്ല. അതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം തൈര്, ഒരു 4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നല്ലോണം വിസ്ക് ചെയ്തെടുക്കുക. ബ്ലെൻഡറൊന്നും വേണമെന്നില്ല, ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതി. ഒരു ക്രീമി ടെക്സ്ചർ വരണം ഇതുപോലെ. അതിനുശേഷം ഇപ്പം ഞങ്ങൾക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഫ്ലോറിലേക്ക് അത് മൈദ ആണ്, 2 കപ്പ് മൈദ എടുത്ത് ഞാൻ അതിലേക്ക് ഒരു 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാര, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മതി ഷുഗർ. പിന്നെ അതിലേക്ക് 1/4 ബേക്കിംഗ് പൗഡർ, 1/2 ബേക്കിംഗ് സോഡ, ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഫ്ലോർ ഇങ്ങനെ മിക്സ് ചെയ്യണം അതിലേക്ക്. ഇനി വിസ്കൊന്നും യൂസ് ചെയ്യാനൊന്നുമില്ല, നോർമലി വാച്ചുല കയ്യിൽ എന്തായാലും യൂസ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കാനായിട്ട് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അതിലേക്ക് 1.5 കപ്പോളം പാല് മൊത്തത്തിൽ വേണം. അത് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത്ര ഒരു മിക്സ് ചെയ്ത ശേഷം ഞങ്ങൾ ഇതിലേക്ക് ഞാൻ എടുത്തത് പിസ്തയും കാഷ്യൂ ആണ്. അത് പൊടിച്ചെടുക്കുക. അത് ഞങ്ങൾക്ക് എത്ര വേണം അത്ര, അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഞങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുള്ള അത്ര ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം പൊടിക്കണമെന്നില്ല, കുറച്ച് തരിത്തരിപ്പ് വേണം. എന്നിട്ട് അതും കൂട്ടി നല്ല മിക്സ് ചെയ്യുക. ഇനിയും പാല് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ 1.5 കപ്പാണ് ഈ അളവ് പറഞ്ഞത്. ഞാൻ ഒരു 1/2 ലിറ്ററിൻ്റെ കാല് കുറച്ച് കുറവ്, അത്രയേ ഉള്ളൂ. 1/2 ലിറ്ററോളം വേണ്ടി വന്ന്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇന്നൊരു ഗ്രീൻ കളർക്ക് വേണ്ടിയിട്ട് പിസ്ത ഇട്ടാലും വലിയൊരു ഗ്രീൻ വന്നിട്ടില്ല, ചെറുതായിട്ടൊന്നും കളർ ചേർത്ത് കുറേയൊന്നും ചേർത്തില്ല, ഒരു 1/2 സ്പൂണ് അത്രേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളിഷ്ടം വേണം ചേർത്താൽ മതി. മോൾഡ് ഗ്രീസ് ചെയ്ത് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തടവി കൊടുത്താൽ മതി. എന്നിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ 180 ഡിഗ്രിയിൽ. ഇപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് എടുത്ത് എനിക്ക് മൊത്തത്തിൽ. ഒരു 35 മിനിറ്റ്സ് മതി. ഒരു 1/2 അവർ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ 35 മിനിറ്റ്സ് ആകുമ്പോൾ എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വേണ്ടി വരും. അത് അവരവരുടെ ഒരു ഓവൻ്റെ ഇതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല്, ഇവാപറേറ്റഡ് മിൽക്കാണ് ഞാൻ എടുത്തത്, അതൊരു 1/2 കപ്പ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 3-4 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, കുറച്ച് കളർ, ഇത് ഇത്ര ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു സിറപ്പാണ്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. എന്നിട്ട് ഞങ്ങൾ കേക്ക് തണുത്ത ശേഷം ഒരു 15-20 മിനിറ്റ് വെച്ച് തണുക്കും. ഇങ്ങനെ ഹോൾ ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ലോണം ഹോൾ ചെയ്ത് കൊടുത്തിട്ട് വേണം അതിന് ഉള്ളിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്, കേക്കിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ക്രീമൊക്കെ തേച്ച ശേഷം എഡ്ജ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇപ്പം തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ച സിറപ്പ് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഒന്നുകൂടി അബ്സോർവ് ചെയ്യും. പിന്നെ ഒന്നുകൂടി ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കരുത്. എന്നിട്ട് 15 മിനിറ്റിൻ്റെ ശേഷം ഞങ്ങൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒന്നാകെ തേച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ക്ലിയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിക്ക് വേണ്ട, ഇതിന് മുകളിൽ ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യും.
ഞാനിപ്പോൾ എൻ്റെ അടുത്ത് നോസിലുള്ളത് കൊണ്ട് ഈ ടൈപ്പുള്ള നോസിലെടുത്ത്, നിങ്ങൾക്ക് നോസിലുണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ വേണം ഇടാം. ഇനി നോസിലില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാധാ കവർ എടുക്കുക, അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്തിട്ട് എങ്ങനെ വേണം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് നോസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി, അതിൽ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ അപ്ലൈ ചെയ്താലും മതി. എന്നിട്ട് ഞങ്ങൾ പൊടിച്ച് വെച്ച പിസ്ത കുറച്ചുകൂടി ഒരു 2-3 സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മോൾക്ക് വിതറി കൊടുക്കുക. ഇനി ചെറിയോ ജെയിംസോ വേറെ എന്തെങ്കിലും നിങ്ങളെടുത്ത് ചോക്കോനട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഞങ്ങളിഷ്ടം എങ്ങനെ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ട്രേസ് ലീച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.